ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ? അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്താണ് വാട്ട് ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? അപ്പോൾ റിഫ്ലക്ഷൻ ആണ്, റിഫ്രാക്ഷന്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എങ്ങനെയൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ദ മീഡിയം ഷുഡ് ബി, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് എപ്പോഴും എൻ്റർ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം? ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം അല്ലേ? ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്കായിരിക്കണം നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യേണ്ടത്? ട്രാവൽ ചെയ്യേണ്ടിരിക്കേണ്ടത്. പിന്നെ the light should be, or the angle of incidence should be greater than critical angle. നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കുറച്ചുകൂടെ ഇൻക്രീസ്ഡ് ആയിരിക്കണം നമ്മൾ എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും അല്ലെ? അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇൻ സെയിം മീഡിയം അല്ലെ? ഒരേ മീഡിയത്തിൽ തന്നെയാണ് ഇൻസിഡന്റ് ചെയ്യുന്ന മീഡിയം ഏതാണോ അതേ മീഡിയത്തിൽ തന്നെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ ഇമേജ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കണം. സോ നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. See the applications of ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ടി വിയിൽ, അല്ലെങ്കിൽ ഫിലിംസിൽ, അല്ലെങ്കിൽ നമ്മുടെ ലാബുകളിലൊക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ കണ്ടു കാണും അല്ലേ? സോ ഇവിടെ എന്താ നടക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് ആണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് കാരണം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റേ, നമുക്ക് ഇവിടേക്ക് നമുക്ക് റേ വേണമെങ്കിൽ ഓക്കെ, നമുക്ക് വളരെ ദൂരത്തേക്ക്, ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്, അല്ലെങ്കിൽ LED ഉണ്ട്, അത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ടോർച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത്ര ദൂരത്തേക്ക് വരെ നമുക്ക് ലൈറ്റ് എത്തിക്കാൻ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ നേരെ രീതിയിൽ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വളരെ ലെങ്തി ആയിട്ട് വലുപ്പത്തിൽ, നല്ല നീളത്തിൽ നമുക്ക് എൻ്റെ ലൈറ്റിനെ ക്യാരി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമ്മൾ ചെയ്യാം. ദാറ്റ് മീൻ ഇന്റേണൽ റിഫ്ലക്ഷൻസ് കാരണം, അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് കാരണം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലൈറ്റ് റേനെ ഒരു ഭാഗത്ത് നിന്ന്, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ട്രാവൽ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ക്യാരി ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇതിൽ നമുക്ക് എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് മക്കളെ നമ്മൾ ഈ ടെലികമ്മ്യൂണിക്കേഷൻസും നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ, ഇതിൽ നമ്മൾ വിളിക്കുന്നത് ദിസ് ഇസ് ആൻ ഓപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, this is optical fiber. ഓക്കെ, ഇത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഇതിലൂടെയാണ് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ ഇന്റർനെറ്റ്, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നത് ഏതാണ്? ഇങ്ങനെയുള്ള ഫൈബേഴ്സിലാണ്. ഈ ഫൈബേഴ്സിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദാറ്റ് മീൻ നമുക്ക് നേരെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരെ ലൈറ്റിനെയോ ഇൻഫർമേഷൻസിനെയോ കൊടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ നമുക്ക് അതിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഫൈബേഴ്സിൽ നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടന്ന് നമുക്ക് ലോങ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഓപ്റ്റിക്കൽ ഫൈബർ. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളിത് ഇപ്പോൾ തന്നെ പഠിക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മുടെ രാജ്യാന്തരം നമ്മൾ വളരെ വലിയ സ്ഥലങ്ങളിലേക്ക്, വലിയ ദൂരത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഈ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്താണ് ടെലികമ്മ്യൂണിക്കേഷൻസ് നമ്മൾ വളരെ സ്മൂത്ത് ആക്കുന്നത്. എങ്ങനെയാണ്? ഇതിന്റെ കാരണം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പൊ ഇങ്ങനെ തട്ടി നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണിത്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക, മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അല്ലേ? നിങ്ങൾ ഇത് കണ്ടു കാണും. നിങ്ങൾ ഇങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ കണ്ടു കാണും. സോ ഇവിടെയാണ് നിങ്ങൾക്ക് നോക്കുക, നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ ഇതിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കോർ, ക്ലാഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സസ് അല്ലെങ്കിൽ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഇത് മെയിൻസ് എടുത്ത് പഠിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ ഒരു ഫൈബർ.
ഓക്കെ, ഒരു കുഴല് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ട്യൂബ് പോലെ കാണാൻ സാധിക്കുന്നതാണ് ഇത് ഫൈബർ. ഈ കാണുന്ന ഒരു ഫൈബറുമാണ് ഒരു ഫൈബറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഫൈബറിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും അല്ല. അത് ഏതാണ്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പൊ നമ്മുടെ ഈ മീഡിയം ഏതാണോ ആ മീഡിയത്തിനനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിളിൽ നമ്മൾ ഇൻസിഡന്റ് ചെയ്യിക്കുന്നു. സോ ഇവിടെ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം ഇവിടെയുള്ള റേ എനിക്ക് എവിടെ എത്തിക്കാൻ സാധിച്ചു? ഈ ഒരു ആംഗിളിൽ ഈ ഭാഗത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. വിത്തൗട്ട് എനി അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെയും വളരെ ചീപ്പായിട്ട് അതിന് എല്ലാ ക്വാളിറ്റീസോട് കൂടി തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ ഉള്ളിൽ കാണുന്ന ഈ ഒരു ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ കോർ എന്നാണ് പറയുന്നത്. എന്താണ്? ഇന്നർ കോർ. ഈ പുറത്ത് കാണുന്ന ഈ ഗ്രീൻ കളർ ഔട്ട്ലൈൻ, ആ ഔട്ട്ലൈൻ നമ്മൾ പറയുന്ന പേരാണ് ക്ലാഡിംഗ്. എന്താണ്? ക്ലാഡിംഗ്. ഉള്ളിലുള്ളത് ആ ഒരു ഇതെന്ന് പറയുന്ന കോറാണ്, പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ ക്ലാഡിംഗ്. ഓക്കെ, ഇത് എങ്ങനെയാ ഉണ്ടാകാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൈപ്പ് പോലെയാണ് മക്കളെ. ഈ പൈപ്പിന്റെ ഈ ഒരു ഭാഗമാണ് എന്ത്? ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പൈപ്പ് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? നമുക്കൊരു ഹോള് പോലെയല്ലേ കാണാം ഒരു പൈപ്പിനെ. നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക? ഒരു വട്ടമായി ഒരു സർക്കിൾ ആയിട്ടാണല്ലേ കാണുന്നത്. ഈ സർക്കിളിന്റെ ഈ പുറം ഭാഗമാണ് ക്ലാഡിംഗ്, ഈ സെയിം നടുഭാഗമാണ് എന്ത്? കോർ. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ കാണുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വളരെ ദൂരം നമുക്ക് ക്വാളിറ്റിയോട് കൂടെ തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്യാരി ചെയ്യാൻ സാധിക്കുന്നതിന് ഏറ്റവും വലിയ റീസൺ ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നോട്ടാണ്, നിങ്ങളതൊന്ന് എഴുതി വെക്കും. ഫസ്റ്റ് ആപ്ലിക്കേഷന്റെ നോട്ടാണ്. ഓക്കെ, one end of each optical fiber in the decorate lamp. നമ്മൾ ഡെക്കറേറ്റ് ലാംപ്സ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും അല്ലേ? ഇതിങ്ങനെയുള്ള ഡെക്കറേറ്റ് ലാംപ്സ് നിങ്ങൾ ചെറിയ കുട്ടികൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ ഉത്സവ പറമ്പുകളിലും നമ്മൾ ഷോപ്പിംഗ് മാൾസിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ്സ് കാണാറുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇത് നമ്മൾ നോർമലി ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഇങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. ബിക്കോസ് അത് വളരെ എക്സ്പെൻസീവ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് നമ്മൾ ഉത്സവ പറമ്പുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് അല്ലേ? സോ ദ ഡെക്കറേറ്റ് ലാമ്പ് ഇസ് കണക്റ്റഡ് ടു എ സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ലൈറ്റ്. ലൈറ്റ് റേസ് ഫ്രം ദിസ് സോഴ്സ്, നമ്മൾ ലൈറ്റ് സോഴ്സ് നമ്മൾ ഇതാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ട്രാവൽ ടു ദ ഫൈബർ. While traveling through the fiber as shown in the figure, it make an angle of incidence greater than critical angle. അല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ഗ്രേറ്റർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്താൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. With the wall of fiber, hence the light undergoes successive total internal reflection and emerges through the other end. അതിന്റെ അവസാനത്തെ എൻഡിലൂടെ തിരിച്ച് നമുക്ക് ലൈറ്റ് പുറത്ത് വരുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് ഈ പുറത്ത് നമുക്ക് ലൈറ്റ്സ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ദിസ് ഇസ് ഓപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റിഫ്ലക്ഷൻസ് നടക്കുന്നത്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് മൂലമാണ് ഇങ്ങനെ നടക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് ആപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് മിറാഷ്. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അല്ലെ? ഒരു റോഡിലൂടെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്കൊരു വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ദിസ് ഇസ് നോൺ ആസ് മിറാഷ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി വരും, ക്ലിയർ ആകുമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ നടക്കുന്നത് മൂലം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് മൂലം നമുക്ക് ഫീൽ ചെയ്യാണ് ഈ മുകളിലെ ഇതേ സാധനം നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ഫീൽ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മിറാഷ്. എന്താണ്? മിറാഷ്. ഓക്കെ, നോക്കുക, നല്ല ഡ്യൂറിങ് സമ്മർ സീസൺ there seems to be water clogged, അല്ലെ? വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. on roads when viewed from a distance, ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റോഡിന്റെ ആ അറ്റത്തൊക്കെ നമുക്ക് എന്താണ്? വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. what may be the reason? because of
നമുക്ക് എന്താണ് ഈ മിറാഷ്, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ എന്താ മിറാഷ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കൊരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ദൂരെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് റിഫ്ലക്ഷൻ? ഓക്കെ, ഈ ഒരു മിറർ, ഈ ഒരു ട്രീയുടെ റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദാറ്റ് മീൻ ഈ ട്രീയിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് നമ്മുടെ ഇവിടെ എത്തുന്നു, അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഇതേ രീതിയിൽ വരുന്നു. ദാറ്റ് മീൻ നമ്മൾ വരുന്ന ഈ റേ ഓഫ് ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഫീൽ ഉണ്ടാവുന്നത്. എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ ഡിഗ്രി ആംഗിളിലാണ് ഇവിടെ നിന്ന് ലൈറ്റ് റേ വരുന്നത് എങ്കിൽ ഇത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. കണ്ടോ? തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഈ റോഡിൽ ഇങ്ങനെ ഒരു ട്രീ കിടക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. നമുക്കൊരു ഇല്യൂഷൻ പോലെ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ആക്ച്വലി നമ്മൾ ഈ റോഡിന്റെ അടുത്തേക്ക് നമ്മൾ കാർ കൊണ്ടുവരുമ്പോൾ ഇവിടെ ട്രീ ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പൊ ഇതിന് കാരണം ഈ ഒരു ഫിനോമിനയ്ക്ക് പറഞ്ഞ പേരാണ് മിറാഷ് എന്നാണ് പറയുക. ഈ മിറാഷ് നമുക്ക് കാണാനുള്ള സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. ആൻഡ് ദിസ് ഇസ് അനദർ കേസ്. ഇവിടെ ഒരു ബോൾ ഉണ്ട്, നമുക്ക് റെഡ് ഫിഗർ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? നമ്മുടെ റോഡിന്റെ ഈ ഭാഗത്ത് ഈ ഒരു ബോൾ അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ ഉള്ളതുപോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതും എന്തുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ടാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം. ഈ ഒരു ഇതിന് പറഞ്ഞ പേരാണ് മിറാഷ്. എന്താ പറയാ? മിറാഷ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ. ഓക്കെ, സോ എന്തുകൊണ്ടാണ് വോട്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് മിറാഷ് എന്നുള്ളതിന്റെ നോട്ടാണിത്. നോട്ട് ഫോർ മിറാഷ്. മിറാഷിന്റെ നോട്ടാണ്. അപ്പൊ ഒന്ന് നോക്കി വെക്കുക. The layers of air closer to the road have a low optical density. നമ്മുടെ റോഡിന്റെ അടുത്തുള്ള, റോഡിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള എയർ എന്തായിരിക്കും? വളരെ ലോ ആയിട്ടുള്ള ഡെൻസിറ്റി ആയിരിക്കും. ബിക്കോസ് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഹോട്ട് എയേഴ്സ് മുകളിലേക്ക് എന്ന രീതിയിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മുടെ ലെയേഴ്സ് എന്ത് സംഭവിക്കും? ലെയേഴ്സ് തൊട്ടടുത്ത് റോഡിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ എയറിന് ലോ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും. ആസ് ഇറ്റ് വാർമർ ദാൻ ദ അപ്പർ ലെയറിനേക്കാളും വാർമർ ആയിരിക്കും ഇവിടെ താഴ്ഭാഗത്ത്. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എയർ ഇൻക്രീസസ് ഗ്രാജുവലി ആസ് വി ഗോ ഹയർ. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. When light rays coming from a surrounding objectsൽ നിന്ന് ലൈറ്റ് റേസ് വരികയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ എയർ, റോഡിന്റെ തൊട്ട് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് ലോവർ അല്ലെങ്കിൽ റേറർ മീഡിയം ആണ്. ഞാൻ ഏറ്റവും മുകളിലായിട്ടുള്ള എന്താണ്? ഹയർ ഡെൻസിറ്റി ആണ് അല്ലെ, ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. സോ പാസ് ത്രൂ ആ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എയർ with different optical densities. കണ്ടോ? നമ്മുടെ ലെയർ, ഓരോ എയറിന്റെ ഓരോ ലെയേഴ്സും ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. സോ ദേ അണ്ടർഗോ റിഫ്രാക്ഷൻ. അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ ആൻഡ് ദെൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്രാക്ഷനും അതിനുശേഷം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കും. ആസ് സീൻ ഇൻ ദ ഫിഗർ, സച്ച് ഡീവിയേറ്റഡ് ലൈറ്റ് റേസ് fall on our eye. അങ്ങനെയുള്ള ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? Their image appear to have formed on road. റോഡിൽ അവരുടെ ഇമേജ് ഉള്ളതായിട്ട് നമ്മുടെ കണ്ണിലേക്ക് ആ ലൈറ്റ് റേസ് എത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഈ ഫിനോമിനയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ എന്താ? മിറാഷ്. എന്താ പറയാ? മിറാഷ് എന്ന് പറയുന്നത്. Such familiar images are usually seen on the surface of water. നമ്മുടെ വെള്ളത്തിന്റെ മുകളിൽ നമ്മൾ കാണാറുണ്ട് അല്ലെ. നമ്മളെ വെള്ളത്തിന്റെ മുകളിൽ നമ്മളൊരു കുളത്തിൽ പോയി നോക്കുമ്പോൾ ഈ മുകളിലുള്ള മരങ്ങളുടെ എല്ലാ ഇമേജുകളും ഷേഡോസും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ കുളത്തിലേക്ക് നോക്കിയാൽ മതി, നമുക്ക് നമ്മളെ കാണാം, അതുപോലെ തന്നെ നമ്മൾ കുറേ മരങ്ങളെ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? മിറാഷ്. ഓക്കെ, ദാറ്റ് മീൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് നമ്മളെ കാണാൻ സാധിക്കും, മരങ്ങളെ കാണാൻ സാധിക്കും. ഒരു കുളമോ അല്ലെങ്കിൽ നദിയിലോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത് തോന്നുന്നത് എന്തുകൊണ്ടാണ്? മിറാഷ് ആണ്, അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ,
Now, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now, do you understand why water seems to be locked on the road when viewed from a distance? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഉള്ള ആ പിക്ചറിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ദൂരെ നമ്മൾ വെള്ളക്കെട്ടുള്ളതായിട്ട്, റോഡിൽ വെള്ളക്കെട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മൾ സമ്മർ സീസണിൽ മാത്രം നമുക്ക് ഇതിങ്ങനെ കാണാൻ സാധിക്കും അല്ലേ? ഈ സമ്മറിൽ നമുക്ക് എന്താ സംഭവിക്കുക? റോഡിന്റെ തൊട്ട് മുകളിലുള്ള ആ ലെയേഴ്സ് വളരെ ഓപ്റ്റിക്കലി ലോ ഡെൻസിറ്റി ആയിരിക്കും. എന്നാൽ കമ്പയർഡ് ടു ഹയർ റീജിയൻ, മുകളിലോട്ട് പോകുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ റീജിയനിൽ നിന്ന് കുറഞ്ഞ റീജിയനിലേക്ക് അവിടെ ലൈറ്റ് വരികയും അവിടെ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും നടക്കുകയും ആ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന റേസ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ഈ ഇങ്ങനെയുള്ള ഈ മിറാഷുകൾ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ആക്ച്വലി ഇങ്ങനെ നടക്കുന്നുണ്ടോ? ദാറ്റ് മീൻ നമുക്ക് അങ്ങനെ ഇല്യൂഷൻ പോലെ നമുക്ക് തോന്നുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അടുത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബൈനാക്കുലേഴ്സ് അല്ലെ. നമ്മൾ ബൈനാക്കുലേഴ്സ് കാണാറുണ്ട്. പെരിസ്കോപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. പെരിസ്കോപ്പ്, ദെൻ ഫിഷ് ഐ ലെൻസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഫിലിംസിലൊക്കെ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ജോഗ്രഫി അല്ലെങ്കിൽ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ബൈനാക്കുലേഴ്സ്, പെരിസ്കോപ്പ് ആൻഡ് ഫിഷ് ഐ ലെൻസസ്, ഇതിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സിലും ഈ ഓരോ ഡിവൈസിലും എന്ത് നടക്കുന്നുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അത് മൂലമാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബൈനാക്കുലേഴ്സിലും പെരിസ്കോപ്പിലും ഫിഷ് ഐ ലെൻസിലും ഒക്കെ എന്ത് നടക്കുന്നുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതി വെക്കുക. ബൈനാക്കുലേഴ്സ്, പെരിസ്കോപ്പ് ആൻഡ് ഫിഷ് ഐ ലെൻസ്. പെരിസ്കോപ്പ് നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഏതൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് മൊത്തത്തിൽ നമുക്കൊന്ന് എഴുതി വെക്കാം. ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യമാണ് എന്താ? ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെ. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ കേബിൾസ് അല്ലെ. ദിസ് ഇസ് ദ കേബിൾസ്. കണ്ടോ, ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ദ ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ, ഫൈബർ ഓപ്റ്റിക് സർജിക്കൽ ടൂൾസ്. ഫൈബർ ഓപ്റ്റിക്കൽ നമുക്ക് ടൂൾസ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സർജറിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈബർ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ഫൈബർ നമ്മുടെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഒപ്റ്റിക്കൽ സർജറിക്ക് വേണ്ടി നമ്മൾ ടൂൾസ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കീ ഹോൾ സർജറി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിലൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ക്യാമറാസ് ആയിട്ട് നമ്മൾ കീ ഹോൾ സർജറി ചെയ്യുമ്പോൾ അതിന്റെ ക്യാമറാസ് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇൻസേർട്ട് ചെയ്യാറുണ്ട് അല്ലെ. ഈ സർജിക് ടൂളിന്റെ കൂടെ ഈ ക്യാമറയും, ഈ ക്യാമറ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ഫിക്സ് ചെയ്തിട്ടാണ് ഈ ക്യാമറാസ് കൂടെ നമ്മുടെ ബോഡീന്റെ ഉള്ളിലേക്ക്, ഈ കീ ഹോളിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സോ ഈ ക്യാമറയിലും നമ്മൾ എന്താ ഈ ഫൈബർ ഒപ്റ്റിക്കലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെലിസ്കോപ്പ്. ഓക്കെ, നമ്മൾ ടെലിസ്കോപ്പ് കണ്ടിട്ടുണ്ട്, മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പിലുണ്ട്, ബൈനാക്കുലേഴ്സിലുണ്ട്, ദെൻ പെരിസ്കോപ്പ്. ഇതിലൊക്കെ എന്തുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലമാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും എഴുതി വെക്കുക കേട്ടോ. ദിസ് ഇസ് എ പെരിസ്കോപ്പ്. ഓക്കെ, ഇത് പെരിസ്കോപ്പ് ആണ്. നമ്മൾ താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഇസ് ബൈനാക്കുലേഴ്സ്, ദിസ് ഇസ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, സി ദിസ് ഇസ് ബൈനാക്കുലർ. ബൈനാക്കുലറിൽ എന്തൊക്കെയാണ്, ഇങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ബൈനാക്കുലർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു പ്രിസം ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രിസം കാണാം, ഇവിടെ ഒരു ലെൻസും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കുക, മെനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് ബൈനാക്കുലേഴ്സ്, പെരിസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്സ് യൂസ് ഗ്ലാസ് പ്രിസം. ഇവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഗ്ലാസ് പ്രിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടു ടേൺ എ ബീം ഓഫ് ലൈറ്റ് ത്രൂ 90 ഡിഗ്രി ഓർ 180 ഡിഗ്രി. ഓക്കെ, നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്രിസം യൂസ് ചെയ്യുന്നത്. എന്താണ് പ്രിസം? ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു ഗ്ലാസ് 3D സ്ട്രക്ചർ ആണ് പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രിസം യൂസ് ചെയ്യുന്നത് മൂലം അവിടെ എന്ത് നടക്കുന്നുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. നോക്കുക,
സി ഇതാണ് പ്രിസം. ഈ പ്രിസത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഈ പ്രിസത്തിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ഇവിടെ എന്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഇവിടെ പ്രിസം ഇങ്ങനെയും നമുക്ക് നടക്കാറുണ്ട്. ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നു, പിന്നെയും ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നു. സി, 2 ടൈപ്പ് റിഫ്ലക്ഷൻ നമുക്ക് ഈ പ്രിസത്തിൽ കാണാൻ സാധിച്ചു. അപ്പൊ ഈ തരത്തിലൊക്കെയാണ് നമുക്ക് എന്താ ബൈനാക്കുലേഴ്സിൽ നമ്മള് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിൽ തന്നെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ബൈനാക്കുലറിന്റെ കേസ്. ആൻഡ് ദിസ് ഈസ് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ, ഡയമണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആണ് ഇത്, ഡയമണ്ട്. ദെൻ മിറാഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമുക്ക് അറിയാം അല്ലെ, ക്ലാഡിങ്ങും കോറും അറിയാം. ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നു, റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും എത്ര ദൂരെ വേണമെങ്കിലും ഈ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻസിനെ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ഡയമണ്ട് വളരെയധികം ഷൈനിങ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷൈനിങ് ആവാനുള്ള കാരണം? ഡയമണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ ലൈറ്റിനെയും ക്യാപ്ചർ ചെയ്യും, അതിനെ എസ്കേപ്പ് ചെയ്യാൻ അത് വിടില്ല. ലൈറ്റിനെ എല്ലാം ക്യാപ്ചർ ചെയ്ത് ഉള്ളിലുണ്ടായിരിക്കും, അവിടെ ഉള്ളിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് നടക്കും. സി, നമുക്ക് ലൈറ്റ് പല തരത്തിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് കാരണമാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് കാരണമാണ് ഡയമണ്ട് നമുക്ക് വളരെ ഷൈനി ആയിട്ട് തോന്നുന്നത്. ഡയമണ്ട് സ്ട്രക്ചർ ആ രീതിയിലാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കാൻ ഹെൽപ്ഫുൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഡയമണ്ടിന്റെ കട്ടിങ്. നമ്മൾ പറയാറുണ്ടല്ലേ, കട്ടിങ്ങിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ഡയമണ്ടിന്റെ ഷൈൻ എന്ന്. അപ്പൊ എത്രത്തോളം കട്ട് ചെയ്യുന്നു അതിന്റെ ഷേപ്പിനനുസരിച്ച് ഉള്ളിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടന്നതിന് ശേഷം മാത്രമേ ലൈറ്റിന് ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈറ്റ് പല തരത്തിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഷൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ മൾട്ടിപ്പിൾ പല തരത്തിൽ ലൈറ്റ് പല ഡയറക്ഷനിലേക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നത് കാരണമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. സോ ഡയമണ്ടിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ട്. തേർഡ് വൺ ഈസ് മിറാഷ് അല്ലെ. നമുക്ക് ഇവിടെ സർഫസിൽ ഇവിടെ ഹോട്ട് സർഫസ് ആണ്, ഇവിടെ കൂൾ സർഫസ് ആണ്. സോ നമുക്ക് എന്താണ് മിറാഷ് ഇവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ റിഫ്ലക്ടർ നിങ്ങൾ കണ്ടു കാണും അല്ലേ. റിഫ്ലക്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സൈക്കിൾ റിഫ്ലക്ടേഴ്സ്, കാറിൽ റിഫ്ലക്ടേഴ്സ് കാണാം, റോഡ് സൈഡിലുകളിൽ നിങ്ങൾ റിഫ്ലക്ടേഴ്സ് കാണാറുണ്ട് അല്ലേ. റോഡിന്റെ 2 നമുക്ക് ലൈനുകൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി റിഫ്ലക്ടേഴ്സ് കാണാറുണ്ട്. ചില ബോർഡുകളുണ്ട് റിഫ്ലക്ടേഴ്സ്, ചില ബോർഡുകൾ നമ്മൾ എഴുതി വെക്കാറുണ്ട് അല്ലേ, നമ്മുടെ സ്ഥലം അറിയാനുള്ള റിഫ്ലക്ടേഴ്സ്. അപ്പൊ ഈ റിഫ്ലക്ടേഴ്സ് സൈക്കിളിൽ ഉണ്ടായിരിക്കാറുണ്ട്. ഈ റിഫ്ലക്ടേഴ്സിൽ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, haven't you observed reflectors in a tail lamps of vehicle? A large number of small prisms, okay? A large number of small prisms are fixed inside them. How does a ray of light incident on a prism get reflected? It can explain on the basis of critical angle of glass. The light ray is incident normally on the side PQ. നോക്കുക, ഈ PQ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. Hence there is no reflection. You know that the critical angle of glass, എത്രയാ മക്കളെ critical angle of glass? 42 degree ആണ്. The angle of incident at A, നമുക്ക് കാണിച്ചു തരാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് എ, ഇവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം, 42 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കണം. And B is 45 degree. Hence the light fall on A undergo total internal reflection and reaches B. The undergo total internal reflection again and comes out the reflector as shown in the figure. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എപ്പോഴും നടക്കുക, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുള്ള ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈ റിഫ്ലക്ടേഴ്സിലും നടക്കുക. ഓക്കെ, നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മളെ പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ മാത്രം മാറിയെന്നേ ഉള്ളൂ. എല്ലായിടത്തും നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒരുപോലെയാണ് നടക്കുന്നത്. ഒരു സ്ഥലത്ത് പ്രിസം ആയിരിക്കാം, ഒരു സ്ഥലത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ആയിരിക്കാം, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, സി can see
സൈക്കിൾ റിഫ്ലക്ടേഴ്സ് കണ്ടല്ലോ, ഈ പ്രിസമായിട്ട് ആക്ട് ചെയ്യാണ്. പ്രിസമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആംഗിളിൽ വരികയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. പിന്നെയും ഇവിടെ തട്ടി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് ഇങ്ങനെ നടക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് ഓക്കെ, നമ്മൾ വളരെ താഴെയാണ്, എനിക്ക് ഈ താഴെ നിന്നുകൊണ്ട് തന്നെ എത്രയോ ഹൈറ്റ് മുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണണമെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഷിപ്പിന്റെ ഉള്ളിലാണ്, എനിക്ക് കടലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പെരിസ്കോപ്സ് യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഉള്ളതല്ല, ഒന്നെങ്കിൽ താഴെയോ മുകളിലുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെരിസ്കോപ്പ് ഉപയോഗിക്കാം. ഈ പെരിസ്കോപ്പിന്റെ ഷേപ്പ് കണ്ടല്ലോ, ഈ രീതിയിലാണ്. മുകളിലുള്ളതോ താഴെയുള്ളോ ഇമേജ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ 2 പ്രിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. എവിടെയാണ്? ഈ 90 ഡിഗ്രി രീതിയിൽ നമ്മൾ പ്രിസംസ് അല്ലെങ്കിൽ മിറർ റിഫ്ലക്ഷൻസ് നമ്മൾ ഇവിടെ വെക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് നമുക്ക് എന്താണ്? ഈ മിററിൽ എത്തുന്നു. ഈ മിററിൽ എത്തുന്നത് സംഭവിക്കും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് ആ റിഫ്ലക്ഷൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോഴും നമുക്ക് മിററാണ് കിട്ടുന്നത്. ആ മിററിൽ നമുക്ക് എന്താണ്? പിന്നെയും റിഫ്ലക്ഷൻസ് നടന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ എന്താ സംഭവിക്കും? നമ്മളൊന്നെങ്കിൽ പ്രിസം വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മിറേഴ്സ് വെക്കാം. പ്രിസം ഏത് ഡിഗ്രിയിലായിരിക്കണം മക്കളെ? 46 ഡിഗ്രിയിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, 46 ഡിഗ്രിയിൽ നമ്മുടെ ഈ ഒരു ഓബ്ജക്റ്റിന്റെ റേ ഓഫ് ലൈറ്റ് വരുന്നു, നമ്മുടെ ഈ പ്രിസത്തിൽ തട്ടുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. പിന്നെയും ഇവിടെ പ്രിസം തന്നെയാണുള്ളത്, അവിടെ പിന്നെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് നമ്മുടെ കണ്ണിലേക്ക് നമുക്ക് ഇവിടെ എന്താണ്? ഈ ഒരു ട്രീനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് നമ്മൾ കോമൺലി ഉപയോഗിക്കുക എവിടെയാണെന്ന് അറിയോ? നമ്മൾ നിൽക്കുന്ന ആ ഒരു ലെവലിനേക്കാളും കൂടുതലുള്ള ഹയർ ആയിട്ടുള്ള റീജിയൻ, നമുക്ക് ആ ദൂരെയുള്ള മോൾ ഭാഗത്ത് കാര്യം നമുക്ക് കാണണമെങ്കിൽ നമുക്ക് പെരിസ്കോപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നതിനേക്കാൾ വളരെ താഴെയുള്ള താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഷിപ്പിലിരിക്കുകയാണ്, നമ്മുടെ കടലിന്റെ അടിത്തട്ട് നമുക്ക് കാണണമെന്ന് വിചാരിക്കുക. നമുക്ക് ഷിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? കടലിന്റെ അടിത്തട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ നമ്മൾ ഈ പെരിസ്കോപ്സ് യൂസ് ചെയ്യാറുണ്ട്. അവിടെയും എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ദിസ് ഇസ് അബൌട്ട് പെരിസ്കോപ്പ്. ഓക്കെ, ഇതെന്താണ്? പെരിസ്കോപ്പ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ സാധിക്കും പെരിസ്കോപ്സ്. കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു പെരിസ്കോപ്സ് നമുക്ക് ഈ രീതിയിൽ 2 പ്രിസം കണ്ടല്ലോ. നമുക്ക് പ്രിസം എങ്ങനെയാണ് വെക്കുന്നത്? കണ്ടോ, നമുക്ക് പ്രിസം ഈ രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ആള് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രിസം? കാണുന്നുണ്ടല്ലോ അല്ലെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. നമുക്ക് റേ വരുന്നു, ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, ഇവിടെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. അങ്ങനെ നമുക്കിവിടെ നമ്മുടെ കണ്ണുകളിലേക്ക് അതിന്റെ ഇമേജ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പെരിസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസിന്റെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞു തന്നെ. കുറേ കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ, യെസ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. യെസ്, വെരി ഗുഡ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അല്ലെ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ടെലിസ്കോപ്പ്, പെരിസ്കോപ്പ്, ദെൻ ബൈനോക്കുലേഴ്സ്, ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ ആസ് ടൂൾ. നമ്മൾ മെഡിക്കൽ പേർപ്പസിന് വേണ്ടി നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്യാൻ ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ ബൈനോക്കുലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പെരിസ്കോപ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ വേറെ എന്തൊക്കെയാണ് നോക്കി പറഞ്ഞേ? സൈക്കിൾ റിഫ്ലക്ടർ, ദെൻ മിറാഷ്, ഡയമണ്ടിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതൊക്കെ ഒരുമിച്ചൊരു പേജിലാക്കി എഴുതി വെക്കുക. ഓക്കെ, സൈക്കിൾ റിഫ്ലക്ടറിന്റെ കാര്യം മറന്നു പോകരുത്. ഓക്കെ, ലാസ്റ്റ് സെക്ഷൻ, നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക.
നമ്മളതൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതാണ് നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ. ഒന്ന് ശ്രദ്ധിക്കുക, റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ റിഫ്ലക്ഷൻ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ഇസ് റിഫ്ലക്ഷൻ? നമ്മൾ ഒരു സ്മൂത്ത് സർഫസ്, എക്സാമ്പിൾ മിറർ അല്ലെ, കണ്ണാടിയിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തട്ടിത്തെറിച്ച് വരുന്നു, അതാണ് റിഫ്ലക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നമുക്കറിയാം, തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ആ വ്യത്യാസങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് കുറെ 4 പോയിന്റുകളുണ്ട്, അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഞാൻ നമ്പർ ചെയ്യാണ്, നമ്പർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ, 1 2 3 and 4. ഓക്കെ, 4 പോയിന്റുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്? Occurs only when a ray of light enters from optically denser medium to rarer medium at an angle greater than critical angle. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ വലിയ ആംഗിളിൽ വരികയും വേണം. അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്കാണെങ്കിൽ മാത്രമേ ഈ ടൈപ്പ് റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഇത് ഏത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണ്? Yes, ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Then second one, the ray of light is not completely reflected. നമ്മുടെ റേ ഓഫ് ലൈറ്റ് എല്ലാം എന്ത് ചെയ്യണമെന്നില്ല? റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. അത് ഏതായിരിക്കും? ദാറ്റ് വിൽ ബി നോർമൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ, നോർമൽ റിഫ്ലക്ഷൻ. സെക്കൻഡ് വൺ, റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഓൺ ദ സർഫസ് അറ്റ് എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്താലും അത് റിഫ്ലക്ട് ചെയ്യും, ശരിയല്ലേ? നമ്മുടെ നോർമൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താ? 30 ഡിഗ്രിയിലും അത് റിഫ്ലക്ട് ചെയ്യും, ഒരു 450 ഡിഗ്രിയിലും റിഫ്ലക്ട് ചെയ്യും, 20 ഡിഗ്രിയിലും റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ നോർമൽ റിഫ്ലക്ഷൻ അങ്ങനെ റിഫ്ലക്ട് ചെയ്യില്ലേ? യെസ്. എന്നാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എല്ലാ ആംഗിളിലും റിഫ്ലക്ട് ചെയ്യുമോ? ഇല്ല അല്ലെ? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായാൽ മാത്രമേ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. സോ ദിസ് ഇസ് എ നോർമൽ റിഫ്ലക്ഷൻ, നമ്മുടെ സാധാരണഗതിയിലുള്ള റിഫ്ലക്ഷൻ ആണ്. The ray of light is completely reflected. നമ്മുടെ റേ ഓഫ് ലൈറ്റ് എന്താണ്? വരുന്ന ലൈറ്റ് ഏതാണോ അത് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നൊന്ന് കാറ്റഗറൈസ് ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ, പ്ലെയിൻ മിററിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഏതൊക്കെയാണ്? നമുക്ക് 1 2 3 എന്ന രീതിയിൽ എഴുതി വെക്കാം. The ray of light is not completely reflected. ശരിയല്ലേ? Ray of light is not completely reflected. Second one ശരിയാണ്. അത് എവിടെയുള്ള റിഫ്ലക്ഷൻ ആണ്? റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ. ഇനി റിഫ്ലക്ഷൻ ഫ്രം പ്ലെയിൻ മിററുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഇതിൽ ഏതാണ്? നോക്കുക, റിഫ്ലക്ഷൻ occurs on the surface at any angle of incidence. ഏത് ആംഗിളിലും റിഫ്ലക്ട് ചെയ്യും. ഒരു മിറർ ഉണ്ട്, ഞാൻ 20 ഡിഗ്രി റിഫ്ലക്ട് ഇൻസിഡന്റ് ആംഗിൾ കൊടുക്കുന്നു, അത് റിഫ്ലക്ട് ചെയ്യും. 30 ഡിഗ്രി ഇൻസിഡന്റ് ചെയ്യുന്നു, അതും 30 ഡിഗ്രി റിഫ്ലക്ട് ചെയ്യുന്നു. 40 ഡിഗ്രിയിൽ ഞാൻ ഇൻസിഡന്റ് ചെയ്യുന്നു, അപ്പോഴും റിഫ്ലക്ട് ചെയ്യും. സോ ദ തേർഡ് വൺ, ഓപ്ഷൻ 3. ഓപ്ഷൻ 3 എന്താണ്? ദാറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ. ഏതാണ് നമ്മുടെ ഓപ്ഷൻ? റിഫ്ലക്ഷൻ occur on the surface at any angle of incidence. Reflections occur at the surface at any angle of incidence. ശരിയല്ലേ? ഏത് ആംഗിൾ, ഇപ്പൊ 30 ഡിഗ്രി ആളാണെങ്കിലും ആംഗിൾ ഐ എന്ന് പറയുന്നത് 30 ഡിഗ്രിയിലാണെങ്കിലും അവിടെ ഇൻസിഡന്റ് ചെയ്യും. ആംഗിൾ ഐ ഇപ്പോൾ നമ്മുടെ 40 ഡിഗ്രിയിലാണെങ്കിലും അപ്പോഴും ഇൻസിഡന്റ് ചെയ്യും. ഏത് ഡിഗ്രിയിലാണെങ്കിലും നമുക്ക് എന്തുണ്ട്? ഇൻസിഡന്റ് ചെയ്യാറുണ്ടല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഏത് നമുക്ക് നോക്കാം.
They occur only when a ray of light enter from optically denser medium to rarer medium and at a greater than critical angle. അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആണ്. Okay, then last one, the ray of light is completely reflect. The ray of light is completely reflected. അതും എന്താണ്? The ray of light is completely reflected. Then വേറെ എന്തൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെത്? ഡെൻസർ ടു ലോവർ അല്ലെങ്കിൽ ഡെൻസർ ടു റെയറർ മീഡിയത്തിലും ഉണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പ്രത്യേകതകൾ. ഇത് നമ്മുടെ റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ. അപ്പൊ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ സുഖമായിട്ട് പഠിച്ചു അല്ലെ. ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ വെരി സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വെരി സിമ്പിൾ. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് കേട്ടിരുന്നാൽ തന്നെ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.